രാജ്യത്ത് പുതിയൊരു രാഷ്ട്രീയ പാർട്ടി CJP കോക്രോച്ച് ജനതാ പാർട്ടി ലോഞ്ച് ചെയ്ത നിമിഷങ്ങൾക്കുള്ളിൽ വലിയ തരംഗമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടാക്കിയത്. യുവാക്കൾക്ക് വേണ്ടി യുവാക്കളാൽ യുവാക്കൾക്കായി എന്നതാണ് പാർട്ടിയുടെ മുദ്രാവാക്യം. വിരമിക്കുന്ന ഒരു ചീഫ് ജസ്റ്റിസിനും രാജ്യസഭാ സീറ്റ് നൽകില്ലെന്നും പാർലമെന്റിൽ മാത്രമല്ല മന്ത്രിസഭയിലും 50% വനിതാ സംവരണം തുടങ്ങി പാർട്ടി മാറുന്നവർക്ക് 20 വർഷത്തെ വിലക്കും CJPയുടെ ഗ്യാരണ്ടിയാണ്. 3 ദിവസത്തിൽ തന്നെ ലോകത്തെ ഏറ്റവും വലിയ പാർട്ടിയായ BJPയെ ഫോളോവേഴ്സിന്റെ എണ്ണത്തിൽ CJP മറികടന്നു. രാജ്യസുരക്ഷയ്ക്ക് ഭീഷണി എന്ന ഇന്റലിജൻസ് വിവരത്തിന് പിന്നാലെ CJP അക്കൗണ്ടുകൾക്ക് പൂട്ടുവീണു. പിന്നാലെ പുതിയ അക്കൗണ്ടുകൾ, അതിലേക്കും ആളുകളുടെ ഒഴുക്കാണ്. യുവാക്കളെ കേൾക്കുന്നില്ലേ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ? ഈ വിഷയമാണ് ന്യൂസ് 24 ഇനി സംസാരിക്കാൻ പോകുന്നത്. നമുക്കിപ്പം അതിഥികളായി CJPയുടെ പ്രതിനിധിയായി ഇഷ മറിയം, കോൺഗ്രസിന്റെ പ്രതിനിധിയായി അഡ്വക്കേറ്റ് വസന്ത് സിറിയക്, BJPയിൽ നിന്ന് യുവരാജ് ഗോകുൽ എന്നിവരാണ് ചേരുന്നത് അതിഥികളായി. ആദ്യം നമുക്ക് ഇഷയിലേക്ക് പോകാം. ഇഷ, സ്വാഗതം. ഇങ്ങനെ CJP കോക്രോച്ച് ജനതാ പാർട്ടി അത് വലിയ തരംഗമാകുന്നുണ്ട്, വലിയ ചർച്ചയാകുന്നുണ്ട്. ഇഷയെ CJPയിലേക്ക് ആകർഷിച്ച ഘടകം എന്താണ്? എന്നെ CJPയിലോട്ട് ആകർഷിച്ച ഒരു ഫാക്ടർ എന്ന് പറയുന്നത്, യൂത്തൊക്കെ ഇന്ത്യയിൽ ഭയങ്കര പൊളിറ്റിക്കലായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. പല രാജ്യങ്ങളിലും നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടുത്തെ യൂത്ത് ഭയങ്കര രാഷ്ട്രീയമുള്ളവരാണ്. പക്ഷെ ഇന്ത്യയിലെ യൂത്ത് വളരെ ഡീസെൻസിറ്റൈസ്ഡ് ആണ് ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ. ഈ ഒരു കോക്രോച്ച് ജനതാ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു കോക്രോച്ച് ജനതാ പാർട്ടിയുടെ മൂവ്മെന്റ് വന്ന ശേഷം ഞാൻ കണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ, പല പൊളിറ്റിക്കലായിട്ടുള്ള സ്റ്റുഡൻസും എൻ്റെ ഏജ് ഗ്രൂപ്പിൽ വരുന്നവർ, ഒരു രാഷ്ട്രീയവും നേരത്തെ ഇല്ലാതിരുന്ന ആൾക്കാരും ഇതിലോട്ട് ഒരു ഇൻട്രസ്റ്റ് കാണിക്കുകയും ഇതിൻ്റെ ഭാഗമാകണം, ഞാനും ഇതിൽ ആക്റ്റീവായിട്ട് നിൽക്കേണ്ട ഒരാളാണ്, നമ്മളെല്ലാവരും ഇതിൽ പങ്കെടുക്കേണ്ട ആൾക്കാരാണെന്ന് മനസ്സിലാക്കി. ആൻഡ് അതിൻ്റെ റീസണായിട്ട് എനിക്ക് തോന്നുന്നത്, നമ്മളെല്ലാവരും എന്തെങ്കിലും ഒരു നമുക്ക് പേഴ്സണൽ സ്റ്റേക്ക് ഉള്ളൊരു കാര്യത്തിൽ നമ്മളെ രാഷ്ട്രീയം ഇൻ്റർസെക്റ്റ് ചെയ്യുന്നതെന്ന് തോന്നുമ്പോൾ മാത്രമേ നമ്മൾ അതിലോട്ട് പലരും ആൻഡ് ഈ ത്തിൽ അവർ ആദ്യമായിട്ട് ഉന്നയിച്ച നീറ്റിന്റെ പേപ്പറിലേക്ക് ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ഇഷ പറയുന്നത് നമുക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ ഇഷ ശരിയായി പറഞ്ഞോളൂ, പൂർത്തിയാക്കിക്കോളൂ. ഇഷ കണ്ടിന്യൂ ചെയ്തോളൂ. നമ്മള് അങ്ങനെ പല പൊളിറ്റിക്കലായിട്ടുള്ള ആൾക്കാരെയും പൊളിറ്റിക്സിലോട്ട് ആകർഷിക്കാൻ ഇതിന് സാധിച്ചു എന്നുള്ളത് എനിക്ക് ഭയങ്കര നല്ലൊരിതായിട്ട് തോന്നി. രണ്ടാമത്തെ കാര്യം, ഇതുവരെ ഇന്ത്യയിലെ ജൻസീഡിനെ ഒരുമിപ്പിച്ച് പൊളിറ്റിക്കലി, ഇപ്പോഴും ഞാൻ പറയില്ല CJP മൊത്തത്തിൽ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടെന്ന്, പക്ഷെ ഒരു രീതിയിൽ അത് ഫ്യൂച്ചറിൽ പൊളിറ്റിക്കൽ ആക്ഷൻസിന് വേണ്ടിയിട്ട് പ്രൈം ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു സംഭവം വന്നാൽ ഇറങ്ങാൻ റെഡി ആയിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലോട്ടും അതിനുള്ള ഒരു കേപ്പബിലിറ്റീസ് ലൈക്ക് ഓർഗനൈസിങ് സ്കിൽസ് ഒക്കെ ഇതാക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പല യൂത്തിനെ. ശരി, ശ്രീ യുവരാജ് ഗോകുൽ, ഇപ്പം ഇഷ പറഞ്ഞൊരു കാര്യം, ജെൻസി അവർ വിഘടിച്ച് നിൽക്കുകയാണ്. അവർക്ക് കൃത്യമായി ഇപ്പം കോൺഗ്രസ്, BJP, CPM അങ്ങനെ ഒരു രാഷ്ട്രീയമില്ല. പക്ഷേ ചില വിഷയങ്ങളുണ്ട്. ഇപ്പോൾ നീറ്റ് പരീക്ഷാ ക്രമക്കേട്, അത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതിൽ ശബ്ദമാകാൻ, അതിൽ പ്രതികരിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ അവർക്ക് ആ രീതിയിൽ ആകർഷിക്കാൻ, അവരുടെ ശബ്ദം കേൾപ്പിക്കാൻ കഴിയുന്ന ഒരു ഇടമായി അവർ CJPയെ കാണുന്നു. അപ്പോൾ നമ്മുടെ നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ നമ്മുടെ യുവാക്കളെ കേൾക്കുന്നില്ലേ? അവർക്ക് ഇടമില്ലാത്ത പാർട്ടിയായി പോകുന്നുണ്ടോ നമ്മുടെ നിലവിലുള്ള മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ? നോക്കൂ, ഒന്ന് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ളൊരു വിഷയം എന്ന് പറയുന്നത് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള വിഷയമാണ്. മാതൃഭൂമിയുടെ ഫ്ലോറിലിരുന്ന് തന്നെ ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ആ വിഷയം വളരെ പീക്കിൽ നിൽക്കുന്ന സമയത്ത് ഒരു ഡിബേറ്റിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ് ഞാൻ. ആ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ട്, നീറ്റ് പരീക്ഷാ ചോർച്ചയുമായി ബന്ധപ്പെട്ടിട്ട് വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതിയിട്ടുള്ള ആൾക്കാർക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ വേദന നമ്മൾ മനസ്സിലാക്കി തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. വീഴ്ചകൾ ആർക്ക് സംഭവിക്കാവുന്നത് തന്നെയാണ്, വീഴ്ചകൾ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ ആ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം തുറന്ന് സമ്മതിക്കുന്നതിന്
ചെയ്യുന്നതിനകത്ത് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് മടിയുമില്ല. സംഭവിച്ചിട്ടുണ്ട്. ഇനി അത് ആവർത്തിക്കാതിരിക്കുവാനുള്ള എന്തൊക്കെ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ടോ ആ നടപടികൾ മൊത്തമായിട്ട് സ്വീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ട് അത്തരം വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടൊരു പ്ലാറ്റ്ഫോം ഉണ്ടാകുന്നതിനകത്തൊന്നും യാതൊരു തെറ്റുമില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. BJPക്ക് അതിനകത്ത് മറ്റെന്തെങ്കിലും അഭിപ്രായം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായിട്ടും സർക്കാരിനെതിരായിട്ട് വിമർശിക്കുവാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സംവിധാനങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിമർശനങ്ങൾ ഉണ്ടാകണം. വിമർശനങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിനെ കൂടുതൽ ശക്തിപ്പെടുത്തുകയുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് ഉണ്ടാകട്ടെ എന്നുള്ളത് തന്നെയാണ്. ശരി, ശ്രീ വസന്ത് സിറിയക്, ഇതിപ്പം അവരുടെ ഒരു 5 മാനിഫെസ്റ്റോ ഉണ്ട്. അതിലിപ്പോൾ ഈ വിരമിച്ച ചീഫ് ജസ്റ്റിസുമാർക്ക് രാജ്യസഭാ സീറ്റ് നൽകില്ല, ഈ ഗോദി മീഡിയ അവതാരകരെ അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കണം, അംബാനി അദാനി അവർ ഉടമസ്ഥകളായിട്ടുള്ള ചാനലുകൾ അടച്ചുപൂട്ടും, അങ്ങനെ പറയുന്ന കാര്യങ്ങളുണ്ട്. 5 മാനിഫെസ്റ്റോയിൽ തന്നെ കാര്യങ്ങൾ നോക്കിയാൽ അവർ ബി.ജെ.പിയെ ടാർഗറ്റ് ചെയ്യുന്നത് പോലെ നമുക്ക് തോന്നും. കോൺഗ്രസിന്റെയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയും അതിൽ പങ്കാളികളാകേണ്ട യുവാക്കളാണോ ഇപ്പോൾ CJP ആയി മാറുന്നത്? അപ്പൊ കോൺഗ്രസിന്റെ ഇടയിൽ കോൺഗ്രസിൽ സ്പേസ് ഇല്ല, അതുകൊണ്ട് ഞങ്ങൾ സ്വയം ഒരു പാർട്ടി രൂപീകരിക്കുന്നു എന്ന് പറയാമോ? അല്ല, അത് ഇതിൽ 2 പ്രശ്നമുണ്ടല്ലോ ആര്യ. ഒന്ന്, ആർട്ടിക്കിൾ 21 രാജ്യത്ത് അഭിമാനത്തോടു കൂടി മനുഷ്യന് ജീവിക്കാനുള്ള, സ്വന്തം സ്വത്വബോധത്തിൽ ജീവിക്കാനുള്ള, ഡിഗ്നിറ്റി സംരക്ഷിക്കാനുള്ള ആർട്ടിക്കിൾ 21 എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫണ്ടമെന്റൽ റൈറ്റിൽ ഒന്നിനെയാണ് അത് സംരക്ഷിക്കേണ്ട ചീഫ് ജസ്റ്റിസ് ചോദ്യം ചെയ്യുന്നത്. ഇപ്പോ അങ്ങ് എന്റെ ഡിഗ്നിറ്റിയെ ചോദ്യം ചെയ്താൽ എനിക്ക് എൻ്റെ അടുത്ത് റിട്ടാണ് ഫയൽ ചെയ്യാൻ പറ്റുക. പ്രേക്ഷകരുടെ അറിവിലേക്കാണ്. ആ റിട്ട് ഫയൽ ചെയ്യുമ്പോൾ ഞാൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിലാണ് ചെല്ലുക. ആ ചീഫ് ജസ്റ്റിസ് തന്നെ ഈ പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ് ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. നമുക്ക് എവിടേക്കാ പോകാൻ പറ്റുക? രാജ്യത്തെ മുഴുവൻ യുവാക്കളെ കോക്രോച്ചുകൾ, പാറ്റകൾ എന്ന് വിളിച്ച് അപമാനിച്ചിരിക്കുന്നത് അതേ CJA ആണ്, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആണ്. അദ്ദേഹത്തിന്റെ ബെഞ്ചിലേക്ക് നമുക്ക് അതിനെ ചോദ്യം ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പൊ അദ്ദേഹത്തെ പ്രതി ചേർത്തുകൊണ്ട് നമ്മുടെ ഒരു അവകാശ ലംഘനം ഉണ്ടായപ്പോൾ അതിന് ചെല്ലേണ്ട സ്ഥലം തന്നെയാണ് അവകാശം ലംഘിച്ചിരിക്കുന്നത്. അപ്പൊ എവിടേക്ക് പോകും എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ആ ചോദ്യത്തെ അഡ്രസ് ചെയ്താണ് CJP എന്ന് പറയുന്ന ഒരു പാർട്ടി അല്ലെങ്കിൽ അങ്ങനെ ഒരു മൂവ്മെന്റ് ഉണ്ടായിരിക്കുന്നത്. ഞാൻ വിചാരിക്കുന്നത് ഇപ്പൊ അങ്ങ് തന്നെ സൂചിപ്പിച്ചതുപോലെ ഇവർ മുമ്പോട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം കാലങ്ങളായി കോൺഗ്രസ് പറയുന്നതാണ്. ഏത് ഈ വിരമിച്ച ചീഫ് ജസ്റ്റിസുമാർ, വിരമിച്ച ജഡ്ജിമാർ അവർ രാജ്യസഭയിലേക്ക് ഒരു പാർട്ടിയുടെ നോമിനിയായി വരുന്നത് വലിയ മെസ്സേജാണ് കൊടുക്കുന്നത്. അവർക്ക് അധികാരത്തിലിരിക്കുമ്പോൾ ഞങ്ങൾക്ക് വഴങ്ങി തന്നാൽ അധികാരത്തിന്റെ വെളിയിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ സുഖവാസം, നിങ്ങളുടെ റെസ്റ്റ് ലൈഫ് ഒരു ഹാപ്പി ലൈഫാക്കി മാറ്റാം എന്നൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ട് എന്നത് കാലങ്ങളായി കോൺഗ്രസ് പറയുന്നത് ഞങ്ങൾ സമരം ചെയ്യുന്നുമുണ്ട്. ഇപ്പോ ഈ അങ്ങ് നേരത്തെ സൂചിപ്പിച്ച നീറ്റുമായി ബന്ധപ്പെട്ട് NTA ഒരു സ്വയം പ്രഖ്യാപിത അന്വേഷണത്തിലേക്ക് കഴിഞ്ഞ വർഷം പോകേണ്ടി വന്നത് യൂത്ത് കോൺഗ്രസിന്റെയും NSUവിന്റെയും ഒക്കെ സമരത്തിന്റെ ഭാഗമായാണ്. അപ്പൊ ഞങ്ങളത് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ സ്പേസ് ഇവർ കവർന്നെടുക്കുന്നോ, കോക്രോച്ച് ജനതാ പാർട്ടി എന്നൊരു മൂവ്മെന്റ് കവർന്നെടുക്കുന്നോ എന്ന ഭയമൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾ പറയുന്നത് തന്നെയാണ് അവരും പറയുന്നത്. അവിടേക്ക് കുറച്ചുകൂടി പൊളിറ്റിക്കൽ അല്ലാത്ത യൂത്തിനെ മൊബിലൈസ് ചെയ്യാൻ, അട്രാക്ട് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നു എന്നത് നല്ലതാണെന്നേ. പ്രതിപക്ഷ ശബ്ദങ്ങൾ ഇപ്പൊ വിഘടിച്ചാണെങ്കിലും ഒരുമിച്ചാണെങ്കിലും ഒരു പ്രതിപക്ഷ ശബ്ദം ഉണ്ടാവുന്നത് എപ്പോഴും ജനാധിപത്യത്തിന് നല്ലതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്ന ഒരു യുവാവെന്ന നിലയിൽ കൂടി. അപ്പോ സ്വന്തം ആത്മാഭിമാനത്തെ ഒരു പരമാധികാരി ചോദ്യം ചെയ്യുമ്പോൾ, അതിപ്പോ ഈ പറയുന്ന ഡെമോക്രാറ്റിക് ലൈനിലെ പരമാധികാരിയല്ല, നിയമത്തിന്റെ പരമാധികാരി ചോദ്യം ചെയ്യുമ്പോൾ അയാൾക്കെതിരെ കൈ ഉയർത്താൻ അയാൾക്കെതിരെ വിരൽ ഉയർത്താൻ എന്നെ പോലെയുള്ള യുവാക്കൾ, മറ്റ് യുവാക്കൾ മറ്റൊരു വഴി കണ്ടെത്തുമ്പോൾ അതിനെ നമ്മൾ നിരുത്സാഹപ്പെടുത്തേണ്ടതില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ കൂടുതൽ പേടിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പൊ നേപ്പാളിൽ, മറ്റുള്ള നമ്മുടെ സമീപ രാജ്യങ്ങളിലൊക്കെ ഇത്തരം ജെൻസി മൂവ്മെന്റുകളാണ് അവിടുത്തെ സർക്കാരുകളെ താഴെ ഇറക്കിയത്. ആ ഭയം നരേന്ദ്രമോദി ഭരണകൂടത്തിന് ഉള്ളത് കൊണ്ടാണ് പെട്ടെന്നൊരു ഇന്റലിജൻസ് റിപ്പോർട്ട് വരുന്നു. ഇത് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണ്. അത് കണ്ടുകൊണ്ട് ഉടനെ തന്നെ അവരെ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുക, ശബ്ദങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് ഏകാധിപത്യത്തിന്റെ പ്രവണതയാണ്. അത് നരേന്ദ്രമോദി ഭരണകൂടം കാണിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇവർ എക്സ് അക്കൗണ്ട് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യുന്നത്. അങ്ങനെയുള്ള മൂവ്മെന്റുകളിലേക്ക് പോകുന്നത് ജെൻസികളാണ്. അവരെ നമുക്കറിയാലോ, യുവത എന്ന് പറയുന്ന എല്ലാ കാലത്തും ഇപ്പൊ ഞാൻ ഈ കോൺഗ്രസിന്റെ ഇന്ദിരാഗാന്ധിക്കെതിരായ മൂവ്മെന്റുകളിൽ മുമ്പിൽ നിന്ന് അന്നത്തെ ഈ പറയുന്ന സ്റ്റുഡൻസ് മൂവ്മെന്റുകളൊക്കെയാണ്. അപ്പൊ ആ ജെൻസികളെ അനാവശ്യമായി പ്രകോപിപ്പിച്ച് ഒരു പെട്ടെന്ന് അവർ ശബ്ദം അങ്ങ് അടിച്ചമർത്തിയേക്കാം എന്ന രീതിയിൽ ഇറങ്ങി പുറപ്പെടുന്നത് ജനാധിപത്യത്തിന് തന്നെ ഭൂഷണമല്ല. അത് വേറെ മറ്റു വഴികളിലേക്ക് ആരെങ്കിലും കയ്യിലെ ചട്ടുകമായി അവർ മാറുന്നതിലേക്ക് ക്ഷണിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് രാജ്യത്തെ ഭരണകൂടം ചെയ്യേണ്ടത് അവരെ
അവരെ കേൾക്കുക എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട CJI ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ചെയ്യേണ്ടത്. മാപ്പ് പറഞ്ഞ് നിരുപാധികം മാപ്പ് പറഞ്ഞ് അദ്ദേഹം ഈ സ്റ്റേറ്റ്മെന്റ് പിൻവലിക്കുക എന്നുള്ളതാണ്. വസന്ത്, അദ്ദേഹം പറഞ്ഞത് അതിന്റെ വ്യാഖ്യാനങ്ങൾ തെറ്റായി പോയി എന്നുള്ളതാണ് സൂര്യകാന്ത് മിശ്ര പറയുന്ന കാര്യം. ഞാൻ വസന്തിലേക്ക് മടങ്ങി വരാം. ഇഷ, ഇപ്പം നമ്മള് ഇത് ഓൺലൈൻ ആകണം, ഇതിൽ നിങ്ങൾക്ക് ലേസി എന്നൊരു വാചകം പറയുന്നുണ്ട്. നിങ്ങളുടെ വെബ്സൈറ്റ് തുറന്നാൽ ഫുൾ ടൈം ഓൺലൈനിൽ അവൈലബിൾ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഓൺലൈനിൽ മാത്രമല്ല, ഇപ്പോൾ ഓഫ്ലൈനിലേക്കും CJP ഇറങ്ങുകയാണ് ഈ യമുന നദി വൃത്തിയാക്കാൻ. അതുമാത്രമല്ല, പലയിടങ്ങളിലും മാലിന്യങ്ങൾ നീക്കം ചെയ്യാനൊക്കെ ഇറങ്ങുന്നു. അപ്പം എനിക്ക് ഇഷയോട് ചോദിക്കാനുള്ളത്, ഇപ്പം നമ്മൾ നീറ്റ് പരീക്ഷാ ക്രമക്കേടാണെങ്കിലും ശരി, ഇനി അതല്ല മറ്റു കാര്യങ്ങളൊക്കെ ദേശീയ തലത്തിലാണ്. അപ്പൊ കേരളത്തിലേക്ക് വന്നാൽ ഇഷ, ഇപ്പൊ ഇവിടെ ഒരു കൂട്ടായ്മ ഉണ്ടാകുമല്ലോ സ്വാഭാവികമായും. നിങ്ങൾ അടിയന്തരമായി നിങ്ങൾക്ക് പ്രതിഷേധമുള്ള ഒരു കാര്യം ചോദിച്ചാൽ ഇഷ എന്ത് പറയും? ഞങ്ങളും ഇപ്പോൾ ഫസ്റ്റ് നീറ്റിൽ തന്നെ ഫോക്കസ് ചെയ്യാനാണ്. പിന്നെ സ്റ്റുഡൻസിനുള്ള ഇഷ്യൂസാണ് ഞങ്ങൾ ഇപ്പോൾ നോക്കുന്നത്. അത് റെഗുലർ സ്റ്റുഡൻസ് അല്ല, അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് എന്താണ് അവരുടെ പ്രശ്നം എന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾക്കൊരിതുണ്ട്. അതുപോലെ തന്നെ അടുത്ത് തന്നെ നമ്മളൊരു ക്ലീനിങ് ക്യാമ്പയിൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം ഇന്ത്യ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് പൊല്യൂട്ടഡ് കൺട്രീസ് ഇൻ ദ വേൾഡ്. അപ്പോൾ നമ്മളുടെ സംസ്ഥാനം നമുക്ക് കുറച്ചുകൂടെ പൊല്യൂഷൻ കുറയ്ക്കാനെന്നുള്ള രീതിയിൽ നമ്മൾ മെഷേഴ്സ് എടുക്കുന്നുണ്ട്. അതുകൂടാതെ ഞാൻ ഒരു 2-3 കാര്യങ്ങൾ മുന്നേ പറഞ്ഞതിനെ പറ്റി പറഞ്ഞോട്ടെ. ഒന്നാമത്തെ കാര്യം, ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിയോട് ഉപമിക്കരുത്. അതൊരു തെറ്റായ കമ്പാരിസൺ ആണ്. കാരണം ഇതൊരു രജിസ്റ്റേർഡ് പൊളിറ്റിക്കൽ പാർട്ടി അല്ല. ഇത് സറ്റയർ ആയിട്ട് ചുമ്മാ തുടങ്ങിയതാണ്. ആ തുടക്കം സറ്റയർ ആയിരുന്നു, ഇപ്പം അതൊരു സറ്റയർ അല്ല. ഇതിപ്പോൾ ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണ്. പക്ഷെ അതൊരു മൂവ്മെൻ്റ് ആണ്, അതൊരിക്കലും ഒരു പൊളിറ്റിക്കൽ പാർട്ടി അല്ല. അതുകൊണ്ട് ആരുടെയും വോട്ട് ബാങ്ക് ഒന്നും എടുക്കും അങ്ങനെയൊന്നും സംഭവങ്ങളൊന്നും ഇല്ല. അതുപോലെ വേറൊരു കാര്യം, പലരും ഫിയർ മോങ്കർ ചെയ്യുന്ന വേറൊരു കാര്യമാണ് നേപ്പാളിലെ ജൻസീഡ് റെവല്യൂഷൻ പോലെ ആവുമെന്ന്. CJPയുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഒരു വയലൻ്റ് ആയിട്ടുള്ള പ്രൊട്ടസ്റ്റോ ഒരു തരത്തിലുള്ള വയലൻ്റ് ആക്ടിവിറ്റീസോ ഉണ്ടാവത്തില്ല എന്ന് നമ്മുടെ ഫൗണ്ടർ നേരത്തെ തന്നെ ഭയങ്കര ക്ലിയർ ആക്കിയിട്ടുള്ള കാര്യമാണ്. പിന്നെ പലരും ഇങ്ങനെ ഈ അജണ്ട ഉണ്ട്, ലൈക്ക് വേറെ ഇതാണ്, നമ്മളെ പോൺസായിട്ട് യൂസ് ചെയ്യും, ഈ യൂത്തിനെ യൂസ് ചെയ്തിട്ട് വേറെ കാര്യങ്ങൾ കാണുന്നുള്ള രീതിയിൽ കുറേ കോൺസ്പിറസി പോലെ വരുന്നുണ്ട്. പക്ഷെ ഇവരെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ, നമ്മുടെ ഈ CJPയുടെ കമ്മ്യൂണിറ്റീസിൽ നമ്മൾ കോൺവെർസേഷൻസ് കാണുവാണെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഈ ജെൻസീഡ് ഈ കമ്മ്യൂണിറ്റീസിൽ മെമ്പേഴ്സ് ആയിട്ടുള്ള ആരും ഒട്ടും അന്ധമായിട്ട് ഈ മൂവ്മെന്റിൽ ചേർന്നവരല്ല. എല്ലാവരും വളരെ സ്കെപ്റ്റിക്കലാണ്. നമ്മുടെ ഇന്ത്യയിലെ സിറ്റുവേഷൻ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം, പല രാഷ്ട്രീയക്കാരും രാഷ്ട്രീയ പാർട്ടികളും അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും അങ്ങനെ പല കാര്യങ്ങളും നമ്മളൊരു വിശ്വാസം അർപ്പിക്കുമ്പോൾ ആ വിശ്വാസത്തിനെ ഉടച്ചു കളയുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇപ്പൊ ഞങ്ങളുടെ ഇടയിലുള്ള മിക്കവാറും ആൾക്കാർക്കും ആർക്കും ഇതിലൊന്നും ഫെയ്ത്ത് ഇല്ല. ഈവൻ ഈ മൂവ്മെന്റിലാണെങ്കിലും ഞങ്ങൾ അതുകൊണ്ട് ബ്ലൈൻഡ് ബിലീഫ് വെക്കുന്നില്ല. ഈ മൂവ്മെന്റ് ഞങ്ങൾ ഓരോ നിമിഷവും ഫൗണ്ടർ എന്താണ് ചെയ്യുന്നത്, ഇവരെന്താണ് ചെയ്യുന്നത്, നമ്മൾ തന്നെ നമുക്കുള്ളിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട് ഈ മൂവ്മെന്റിനെ. അപ്പോൾ ഈ മൂവ്മെന്റ് എന്തെങ്കിലും ഷെയ്ഡി ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് അത്ര യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ഫ്യൂച്ചറിൽ ഇറലവൻറ്റോ അല്ലെങ്കിൽ ഡേഞ്ചറസോ ആയിട്ടുള്ള നമ്മളെ മിസ്യൂസ് ചെയ്യുന്ന ടൈപ്പ് എന്തെങ്കിലും കാര്യങ്ങളോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഈ കമ്മ്യൂണിറ്റിയിലെ മനുഷ്യരുണ്ടല്ലോ, ഈ മൂവ്മെന്റിനെ ആയിരിക്കും ലൈക്ക് നമ്മൾ ഡിസ്കാർഡ് ചെയ്യുന്നത്. പക്ഷേ ഈ കമ്മ്യൂണിറ്റി നമ്മളിപ്പോൾ ഫോം ചെയ്തിരിക്കുന്നത് ആ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് നമുക്ക് രൂപാന്തരപ്പെട്ട് വേറെ ഓർഗനൈസേഷൻസ് ആയിട്ട് നമ്മുടെ സർവീസസ് കണ്ടിന്യൂ ചെയ്യുക എന്നൊരു ഗോൾ നമുക്കുണ്ട്. നമ്മുടെ കേരളം കമ്മ്യൂണിറ്റിയിൽ എന്തായാലും ഉണ്ട് നമുക്ക് അങ്ങനെ ഒരു സംഭവം. ശരി, ശ്രീ യുവരാജ് ഗോകുൽ, ഇപ്പം ഇതിന്റെ സ്ഥാപകൻ അഭിജിത് ദീപ് കെ പണ്ട് ആം ആദ്മി പാർട്ടിയുമായി സഹകരിച്ച് പ്രവർത്തിച്ചൊരു വ്യക്തിയാണ്. മാധ്യമപ്രവർത്തകൻ ആയിരുന്നു. അത് കഴിഞ്ഞ് ബോസ്റ്റൺ സർവകലാശാലയിൽ നിന്ന് പബ്ലിക് റിലേഷൻസ്. ഇവിടെ ഇപ്പം അദ്ദേഹത്തിന് വധഭീഷണി ഉള്ള മെസ്സേജുകളൊക്കെ വരുന്നു എന്ന് അല്പസമയം മുൻപ് അദ്ദേഹം തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി, രാജിവെക്കണം. അതാണിപ്പോൾ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. നീറ്റിൽ ഒരാൾ അക്കൗണ്ടബിലിറ്റി ഏറ്റെടുത്ത് ഒരാൾ രാജിവെക്കണം, ഒരു കേന്ദ്രമന്ത്രി രാജിവെക്കണം എന്നുള്ളൊരു ആവശ്യമാണ് CJP മുന്നോട്ട് വെക്കുന്നത്. ശ്രീ യുവരാജ് ഗോകുൽ, നോക്കൂ, അദ്ദേഹത്തിന് വധഭീഷണി വരുന്നു എന്നൊക്കെ പറയുന്നത് എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ ഗുരുവായിട്ടുള്ള ശ്രീ അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹത്തിൻ്റെ പാർട്ടി ഉണ്ടാക്കുന്ന സമയങ്ങളിൽ അദ്ദേഹത്തെ ആരൊക്കെ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞ് സ്വയം സ്റ്റേ ചെയ്തിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പുറത്ത് മഷി ഒഴിക്കുന്നു, അദ്ദേഹത്തെ പിടിച്ച് തള്ളാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഗുരു അരവിന്ദ് കെജ്രിവാൾ എന്തൊക്കെ ചെയ്തോ അതിൻ്റെ മറ്റൊരു വേർഷനായിരിക്കും സ്വാഭാവികമായിട്ട് അഭിജിത്ത് ചെയ്യുക എന്ന് പറയുന്നത്. ഇപ്പോൾ ഇഷ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞങ്ങൾ വയലൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റിലേക്കൊന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള കാര്യം. തീർച്ചയായിട്ടും അത്
അഭിനന്ദനാർഹമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്ത് പ്രതിഷേധിക്കുക, പ്രതികരിക്കുക എന്നൊക്കെ പറയുന്നതിനകത്ത് വലിയ സ്പേസ് ഉണ്ട്. അത് തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തേണ്ടുന്നതുമാണ്. പക്ഷേ ഈ പറയുന്ന അഭിജിത്തിൻ്റെ ഗുരുവായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ കുറച്ച് നാളായിട്ട് തുടങ്ങിയതാണ് ജൻസികൾ എങ്ങനെയെങ്കിലും പ്രൊട്ടസ്റ്റ് ചെയ്യണം, നേപ്പാൾ മോഡൽ പ്രൊട്ടസ്റ്റ് നടത്തണം, തെരുവിലേക്ക് ഇറങ്ങണം, ബഹളം ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആൾക്കാർ നിങ്ങൾ കരുതുന്നത് പോലെ അത്ര നിഷ്കളങ്കമായിട്ടായിരിക്കില്ല ആ കാര്യത്തിനെ കാണുക എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. കാരണം പൊളിറ്റിക്കലി ഇത് ഒരുപാട് നാളായി ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം ചില കോണറുകളിൽ നിന്ന് തുടങ്ങിയിട്ട്. അപ്പോൾ അത് ഇപ്പോൾ ഒരു ചീഫ് ജസ്റ്റിസിൻ്റെ ഒരു പരാമർശം വന്നു. അത് ദൗർഭാഗ്യകരമായ പരാമർശമാണ്. പക്ഷേ അദ്ദേഹം തന്നെ അതിനകത്ത് ക്ലാരിറ്റി വരുത്തിയിട്ടുണ്ട്. ഞാൻ അവരെ അല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്, കോടതിക്കകത്ത് ഫേക്ക് ഡിഗ്രിയുമായിട്ട് വന്നു കിടന്ന് ബഹളമുണ്ടാക്കുന്ന ആൾക്കാരെയാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം അദ്ദേഹം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇനി അദ്ദേഹത്തോട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് തെറ്റായി പോയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അദ്ദേഹത്തോട് മാപ്പം ചോദിക്കാം. പക്ഷേ ഈ ഒരു മൂവ്മെൻറ്റ് നടക്കുന്ന സമയത്ത് ആ മൂവ്മെൻറ്റിനകത്തൊരു ക്ലാരിറ്റി ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്കിപ്പോൾ നീറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമല്ല ഇപ്പോൾ തൊഴിലില്ലായ്മ കൂടുന്നു എന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കലി കണക്കുകൾ വെച്ചിട്ട് മുൻപ് എങ്ങനെയായിരുന്നു, ഇപ്പോഴത്തെ തോത് എങ്ങനെയാണ്, GDP കുറയുന്നു എന്ന് അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ GDP മുമ്പ് എന്തായിരുന്നു, ഇപ്പോൾ എങ്ങനെയാണ്, ജിയോ പൊളിറ്റിക്കൽ സ്റ്റേജിൽ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ സ്റ്റേജിൽ എങ്ങനെയാണ് എക്കണോമി നിലനിൽക്കുന്നത്, അതിൻ്റെ അനുരഞ്ജനങ്ങളാണോ അല്ലയോ, അതിൻ്റെ ആ സ്റ്റാറ്റസ് നിലനിൽക്കുമ്പോൾ തന്നെയും ഇന്ത്യയിലെ സ്റ്റാറ്റസ് ബെറ്റർ ആണോ അതോ ഇന്ത്യ വളരെ താഴേക്ക് പോയിട്ടുണ്ടോ, നമുക്ക് എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും വിശദമായിട്ട് ഫാക്ച്വലി തന്നെ നമുക്ക് ചർച്ച നടത്താമല്ലോ. നമ്മൾ ചർച്ച നടത്തിയിട്ട് നമുക്ക് അതിനകത്ത് മുമ്പോട്ട് പോകാമല്ലോ. അതിനകത്തൊന്നും യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. പക്ഷേ ഒരു മൂവ്മെൻറ്റിന് ക്ലാരിറ്റി ഉണ്ടാകണം. ഇപ്പോൾ എനിക്കറിയില്ല, ഇപ്പോൾ നമ്മുടെ ഇദ്ദേഹം വസന്ത് പറയുന്നുണ്ടായിരുന്നു കോൺഗ്രസ് ഉന്നയിക്കുന്ന ആവശ്യം തന്നെയാണ് അവർ ഉന്നയിക്കുന്നത്. അതായത് ജസ്റ്റിസുമാരായിട്ടുള്ള ആൾക്കാരും തന്നെ എന്താണ് രാജ്യസഭ നോമിനേറ്റഡ് രാജ്യസഭയിലേക്ക് എത്തരുത് എന്നുള്ള കാര്യമാണ്. അദ്ദേഹത്തിന് അറിയില്ല എന്ന് തോന്നുന്നു, രംഗനാഥ് മിശ്ര എന്ന് പറയുന്ന ഒരു ഫോമർ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ആളെ രാജ്യസഭയിലേക്ക് എത്തിച്ചത് കോൺഗ്രസ് തന്നെയാണ്. അതുപോലെ തന്നെ ബഹാറുൽ ഇസ്ലാമിനെ രാജ്യസഭയിലേക്ക് എത്തിച്ചത്, അദ്ദേഹം സുപ്രീം കോടതി ജഡ്ജിയായിരുന്നു, അദ്ദേഹത്തെയും രാജ്യസഭയിൽ എത്തിച്ചിരിക്കുന്നത് കോൺഗ്രസ് തന്നെയാണ്. കോൺഗ്രസിന് ഈ ആഴ്ചയ്ക്ക് നിലപാട് മാറുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് എനിക്കറിയില്ല. എന്തായിരുന്നാലും ശരി തന്നെയാണ്, നമുക്കിതിനെ ഒരിക്കലും ഡിനേ ചെയ്യാൻ പറ്റില്ല. അല്ലല്ല, ഞാൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. നിങ്ങൾ എല്ലാവരും സംസാരിക്കുമ്പോൾ ഞാൻ മിണ്ടായിരിക്കല്ലേ. ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് അദ്ദേഹത്തിന് ഒരു പൗരൻ എന്നുള്ള നിലയിലുള്ള അവകാശത്തിനെ നമുക്ക് നിഷേധിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക? നമുക്ക് ഈ വെറുതെ വലിയ വായിൽ എന്തും വിളിച്ച് പറയാം. ചീഫ് ജസ്റ്റിസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇനി മറ്റൊരു പദവിയിലിരിക്കുന്ന ഒരാളായിക്കോട്ടെ, അദ്ദേഹം ഈ രാജ്യത്തെ ഒരു പൗരനാണ്. അദ്ദേഹത്തിന് നാളെ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് മത്സരിക്കാൻ അവകാശമില്ല എന്ന് നിങ്ങൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏത് ഭാഗം വെച്ചിട്ടാണ് നിങ്ങൾ വാദിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. അദ്ദേഹം ഇനി നാളെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹം ചിലപ്പോൾ നിയമസഭയിൽ മത്സരിക്കും, അല്ല ലോക്സഭയിൽ മത്സരിക്കും, ചിലപ്പോൾ രാജ്യസഭയിൽ മത്സരിക്കും. അത് ഓരോരുത്തരും ഒരു പൗരൻ്റെ അവകാശമല്ലേ. ഈ പൗരൻ ഇതിന് അവകാശമില്ല എന്ന് നിങ്ങൾ എങ്ങനെയാണെന്നേ പോയിട്ട് പറയാൻ പോകുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റൊരാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർപ്പറേറ്റുകൾ മീഡിയ ഹൗസ് തുടങ്ങരുത്. നിങ്ങൾ എങ്ങനെയാണ് ഈ കോർപ്പറേറ്റിനെയും അല്ലാത്ത ആൾക്കാരെയും തമ്മിൽ വേർതിരിക്കുക? ഒരു യൂട്യൂബ് ചാനൽ മര്യാദയ്ക്ക് നടത്തിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഫണ്ടേഴ്സിനെ അന്വേഷിച്ച് എത്ര പേരെടുത്ത് പോകുന്നുണ്ടാവും? അപ്പോൾ ഫണ്ടിങ് ഇല്ലാണ്ട് ഈ കാര്യം നടക്കുമോ? നമ്മുടെ മലയാളത്തിലുള്ള മാധ്യമങ്ങളെ നിങ്ങൾ എടുത്തു നോക്കൂ. ഇപ്പോൾ ഞാൻ പേരെടുത്ത് തന്നെ വേണമെങ്കിൽ പറയാം, റിപ്പോർട്ടർ TV അഗസ്റ്റിൻ ബ്രദേഴ്സാണ് നടത്തുന്നത്. അത് വലിയ മുതലാളിമാരാണ്. മാതൃഭൂമിയുടെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർക്ക് വേറെ ബിസിനസ് ഉണ്ടായില്ലേ? മനോരമയുടെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർക്ക് വേറെ ബിസിനസ് ഉണ്ടായില്ലേ? എല്ലാ ചാനലുകളുടെയും തലപ്പത്തിരിക്കുന്ന ആൾക്കാർക്ക് വേറെ ബിസിനസ് ഉണ്ടായില്ല. അപ്പോൾ ഇവരാരും മീഡിയ ഹൗസസ് നടന്ന് നിങ്ങൾ നോക്കൂ. കുറച്ച് എനിക്കത് ഒരു മൂവ്മെന്റ് ഉണ്ടാകുന്നതൊക്കെ വളരെ നല്ലത് തന്നെയാണ്. അത് ആൾക്കാർക്ക് കൺവിൻസ് ആകുന്ന തലത്തിൽ, ഇത് ആൾക്കാരെ കൊണ്ട് ചിരിപ്പിക്കുന്ന തരത്തിലേക്ക് ആ മൂവ്മെന്റിന്റെ അജണ്ടാസിനെ നിങ്ങൾ കൊണ്ട് വെക്കുന്ന തരത്തിലുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും നമ്മളെന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും പോപ്പുലേറ്റഡ് ആയിട്ടുള്ള കൺട്രിയാണ്. ഏറ്റവും പോപ്പുലേറ്റഡ് ആവുന്ന കൺട്രി ആകുന്നതോടൊപ്പം തന്നെ തീർച്ചയായിട്ടും പൊല്യൂഷൻ്റെ തോതും അതിനനുസരിച്ച് വർദ്ധിക്കും. കാരണം വാഹനങ്ങൾ വർദ്ധിക്കുന്നുണ്ട്, ആൾക്കാർ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ, പ്ലാസ്റ്റിക് വലിച്ചെറിയുന്ന സ്വഭാവം നമുക്കുണ്ട്. ഇതെല്ലാം ഉണ്ട്. അവിടെ തീർച്ചയായിട്ടും ഇവിടെ പൊല്യൂഷൻ വർദ്ധിക്കും. അപ്പോൾ പൊല്യൂഷനെതിരായിട്ടൊരു മൂവ്മെന്റ് ഉണ്ടാകണം നിങ്ങൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ ആഗ്രഹത്തിന് ഒപ്പം നിൽക്കുന്നത് തന്നെയാണ് എല്ലാവരും. കാരണം അത് അങ്ങനെ തന്നെ ഉണ്ടാകണം. നമ്മുടെ രാജ്യത്തിന് ലോകത്തിന്റെ മുമ്പിൽ പ്രസന്റ് ചെയ്യുമ്പോൾ ഏറ്റവും പൊല്യൂട്ടഡ് ആയിട്ടുള്ള കൺട്രി എന്നുള്ള തലത്തിലൊന്നും അല്ല പ്രസന്റ് ചെയ്യപ്പെടേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും അതിന് മൂവ്മെന്റ് ഉണ്ടാകണം. ആ മൂവ്മെന്റ് എന്ന് പറയുന്നത് യുവാക്കളിൽ നിന്ന് തന്നെയാണ് ഉണ്ടാകേണ്ടത്. അവർക്ക് രാഷ്ട്രബോധം ഉണ്ടാകണം, പൊതുബോധം ഉണ്ടാകണം, സാമൂഹ്യ ബോധം ഉണ്ടാകണം, ഇതെല്ലാം ഉണ്ടാകണം. പക്ഷെ നിങ്ങൾ അത്തരത്തിൽ വളരെ പോസിറ്റീവായിട്ട് കൊണ്ടുപോകുന്നതിന് പകരം സെറ്റേറിറ്റിക്കൽ ആയിരുന്നാലും ശരി തന്നെയാണ്, നിങ്ങളുടെ ഫൗണ്ടറുടെ രാഷ്ട്രീയ ഗുരു ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ BJP വിരോധത്തിൽ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ വിരോധത്തിൽ നിന്ന് ഉടലെടുത്തുകൊണ്ട് ഇത്തരത്തിലേക്ക് ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾ പറയാതെ തന്നെ ആൾക്കാർക്ക് മനസ്സിലാകുന്ന തരത്തിലേക്ക് അത് പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും അതൊരു നിഷ്പക്ഷ മൂവ്മെന്റോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ജെന്യുവൻ മൂവ്മെന്റ് ആയിട്ടോ ആൾക്കാരെ കാണണം
വേണമെന്നില്ല. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ അവസാനമായി. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ CJP പിന്തുണച്ച് കുറേയധികം ആളുകൾ മുന്നോട്ട് വരുന്നുണ്ട്. അത് ഈ യുവാക്കൾ, നമുക്കറിയാത്ത ആളുകൾ എന്നുള്ളതിലപ്പുറം ഇപ്പം മഹുവ മൊയ്ത്ര അല്ലെങ്കിൽ കീർത്തി ആസാദ്, ഇപ്പൊ ശേഖർ സുമാങ്, അങ്ങനെ നമുക്കറിയുന്ന പരിചിതമായ അല്ലെങ്കിൽ കൃത്യമായ രാഷ്ട്രീയമുള്ള ആളുകൾ പോലും CJP മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ അനുകൂലിക്കുന്നുണ്ട്. അതിൽ ഭാഗമാകാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ആശയങ്ങൾക്ക് ഒരു തരത്തിലും സ്റ്റാൻഡ് ഇല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റുമോ? ആൾക്കാർ തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് അതിനകത്ത് കൂടുതൽ ട്രാൻസ്പെറൻസി കൊടുക്കുന്നത്. ഞാനിപ്പോൾ പറഞ്ഞ കാര്യത്തിൽ ആരൊക്കെയാ? മഹുവ മൊയ്ത്ര ഉൾപ്പെടെയുള്ള ആൾക്കാർ. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ പ്രകാശ് രാജ് വരും, യോഗേഷ് യാദവ് യോഗേഷ് യാദവ് വരും, എൻ്റെ പേര് ഞാൻ പറഞ്ഞല്ലോ, എന്താ യോഗേഷ് യാദവ് പണ്ട് അതെ അദ്ദേഹം വന്നിട്ടുണ്ട്. ഇത് വരുന്ന ആൾക്കാർ ആരാണെന്നുള്ള കാര്യത്തിനകത്ത് തന്നെ വളരെ എവിഡന്റ് ആണല്ലോ. ഇവർ കഴിഞ്ഞ 10-12 വർഷങ്ങളായിട്ട് ഇവർ എന്താണ് രാഷ്ട്രീയ നിലപാട് എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് വളരെ ക്ലാരിറ്റി ഉണ്ടല്ലോ ആ വിഷയങ്ങളിൽ. ആരൊക്കെ വന്നു അതിന് ആരൊക്കെ ഇവിടെ വന്നു? ജിഗ്നേഷ് മേവാനി വന്നു, രാവൺ ചന്ദ്രശേഖർ വന്നു, ഹാർദിക് പട്ടേൽ വന്നു, അരവിന്ദ് കെജ്രിവാൾ വന്നു, രാകേഷ് ടിക്കായത്ത് വന്നു. ഇനിയും പലരും വരുന്നേ, ഇനിയും പലരും വരും, ഇനിയും പലരും പോവും. ഞങ്ങൾ കൃത്യമായിട്ട് ഞങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് ഇത് മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ജോർജ് സോറോസ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇതിനകത്ത് ഇനി പലതും ചെയ്യും. നമുക്കിതൊക്കെ കാണാൻ നമ്മൾ ഇവിടെ തന്നെ ഇല്ലേ, നമ്മൾ ആരും ഇവിടെ നിന്ന് ഓടിപ്പോകുന്നൊന്നുമില്ലല്ലോ. അവര് ചെയ്തോട്ടെ, നോ ഇഷ്യൂ. ശരി ഇഷ, ഇപ്പം BJPയുടെ പ്രതിനിധിയാണ് യുവരാജ് ഗോകുൽ. അദ്ദേഹം ആ മൂവ്മെന്റിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു യുവാക്കളുടെ ശബ്ദം സംസാരിക്കേണ്ട ഇടങ്ങൾ ഉണ്ടാകണം, വേദി ഉണ്ടാകണം, അങ്ങനെ സംസാരിക്കാൻ ആളുകൾ മുന്നോട്ട് വരുന്നുണ്ടെന്ന് പറയുന്നു. പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞ ആശയങ്ങൾ, അതിലെയൊക്കെ ട്രാൻസ്പാരൻസി കുറവ്, ആ ആശയങ്ങൾക്ക് പിന്നിലെ പൊള്ളത്തരമൊക്കെ യുവരാജ് ഗോകുൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിനുള്ള മറുപടി എന്താണ്? CJPയുടെ മറുപടി എന്താണ് അതിൽ? അതിന് നമ്മളത് എങ്ങനെ ഉണ്ടായതാണെന്ന് തിരിച്ചറിഞ്ഞാൽ അതിനുള്ള ഉത്തരം വരും. ഇത് ശരിക്കും ഒരു ഐഡിയോളജിക്കൽ മൂവ്മെന്റ് ആയിട്ടല്ലല്ലോ ഉണ്ടായത്. ഇതൊരു സറ്റയർ ആയിട്ട്, ഒരു ഫോം ഓഫ് റെസിസ്റ്റൻസ് ആയിട്ട് ഉണ്ടായിട്ട് പിന്നീട് അതൊരു മൂവ്മെന്റിലേക്ക് മാറിയതാണ്. അപ്പോൾ ഇത് തുടക്കത്തിൽ ഒരു ഐഡിയോളജി ബേസിസിലല്ല ഉണ്ടായത്, ഒരു വ്യക്തി അത് ചെയ്തതായിരുന്നു. പിന്നെ ഇതിപ്പോൾ ഒരു മൂവ്മെന്റ് ആണ്. ആൻഡ് ഇപ്പോൾ ഈ കമ്മ്യൂണിറ്റിയിലെ മെമ്പേഴ്സ് എല്ലാം, ഞങ്ങളുടെ കോൺവെർസേഷൻസ് കമ്മ്യൂണിറ്റിയിലെല്ലാം ഞങ്ങൾ നമ്മുടെ ഐഡിയോളജി എന്താണെന്നുള്ളത് ഓരോ നിമിഷവും നമ്മൾ റിഫൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് കൺസൈസ് ആയിട്ട് പറയാൻ പറ്റും. നമ്മുടെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഓരോ യുവാവിനും യുവതിക്കും, ലൈക്ക് യൂത്തിന് നമുക്ക് ഒരു ബെറ്റർ ഫ്യൂച്ചർ, അവർക്കൊരു ഡീസൻറ്റ് ഫ്യൂച്ചറിന് ഒരു അവസരം വേണം. ഒരു ഡീസൻറ്റ് ഫ്യൂച്ചറിന് അതിനുവേണ്ടി പ്രയത്നിക്കാൻ ഒരു അവസരം വേണം. അത് പ്രയത്നിച്ചാൽ ഫുൾഫിൽ ആവുന്നത്. ഇപ്പം നമ്മൾ നീറ്റ് തന്നെ എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ അവർ മൊത്തം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, അവർ പഠിക്കുന്നുണ്ട്, അവർ കറക്റ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ ഈ എക്സാം ഇത്ര കഷ്ടപ്പെട്ട് പഠിച്ചെഴുതിയാലും അവരെഴുതുന്ന പരീക്ഷയുടെ പേപ്പർ ലീക്ക് ആവുകയാണ്. അവരെന്ത് ചെയ്താലും അവർ ആഗ്രഹിക്കുന്ന ഫ്യൂച്ചറിൽ എത്താനൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല ഈ രാജ്യത്ത്. അങ്ങനെ ഒരു അവസ്ഥ യുവാക്കൾക്ക് വരില്ലെന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ മെയിൻ ഫോക്കസ്. ഓക്കെ, എന്തായാലും ഒരു തുടക്കമാണ്. തയ്യാറാണെങ്കിൽ നമുക്ക് അതിനുള്ള പ്രതിഫലം കിട്ടുന്ന ഒരു രാജ്യമാകണം. തീർച്ചയായും. എന്തായാലും ഒരു പുതിയ ശബ്ദമാണ്, ഒരു പുതിയ തരംഗമായി മാറുന്നുണ്ട്. അക്കൗണ്ടുകൾ പൂട്ടുന്നതനുസരിച്ച് പുതിയത് തുടങ്ങുന്നുണ്ട്. ആശയങ്ങൾ യുവാക്കൾക്ക് വേണ്ടി യുവാക്കളാൽ എന്നുള്ളതാണ് അവരുടെ ആശയം. യുവാക്കളുടെ ശബ്ദം നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ കേൾക്കാതെ പോകുന്നുണ്ടോ, അവർക്ക് ഇടമില്ലാതെ പോകുന്നുണ്ടോ എന്നൊരു ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കുകയാണ്. നീറ്റ് പരീക്ഷാ ക്രമക്കേട് ഇടപെടൽ വേണ്ട, പ്രതിഷേധം ഉയരേണ്ട വിഷയം തന്നെയാണോ? ഒരു സംശയവുമില്ല. കാരണം എത്രയോ വർഷം 1 or 2 പഠിച്ചു കഴിഞ്ഞിട്ടാണ് ആ പരീക്ഷ എഴുതാൻ വിദ്യാർത്ഥികൾ പോകുന്നത്. അപ്പോൾ വീണ്ടും അവരുടെ സ്വപ്നങ്ങളാണ്, ഡോക്ടർ ആവണം, ഒരു എഞ്ചിനീയർ ആകണം, അവരുടെ ഒരു ആഗ്രഹങ്ങളാണ്, അതിനാണ് തടസ്സം വീണത്. അപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ, പുതിയ മാറ്റങ്ങൾ വരട്ടെ നമ്മുടെ നാട്ടിൽ. വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്ത പാനലിസ്റ്റുകൾക്ക്.